ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മരത്തിൻ്റെ മുകളിൽ സംസാരിക്കുന്ന 3 ചിപ്മങ്സിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒരു ചിപ്മങ്സിൻ്റെ പേരാണ് ആൽവിൻ, പിന്നെ ഒരാൾ സൈമൺ, പിന്നെ ലാസ്റ്റത്തെ ഒരാൾ തിയോഡോർ. ജെറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ക്രിസ്മസ് ട്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് കൊടുക്കാനായിട്ട് ഒരു ക്രിസ്മസ് ട്രീ വേണമല്ലോ. അപ്പോൾ ഇവർ താമസിക്കുന്ന ഈ ഒരു ട്രീ ആണ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവൻ നമ്മുടെ ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ട്രീയോട് കൂടിയിട്ട് ജെറ്റ് റെക്കോർഡ്സിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെയാണ് നമ്മുടെ നായകനായിട്ടുള്ള ഡെയ്വിനെ കാണിക്കുന്നത്. ഡെയ്വ് ആണെന്നുണ്ടെങ്കിൽ ഒരു സോങ് റൈറ്ററുമാണ്, കമ്പോസറുമാണ്. അവൻ്റെ തിരക്ക് പിടിച്ചിട്ട് സമയം വൈകിന്നൊക്കെ പറഞ്ഞിട്ട് പാൻറ് പോലും ഇടാണ്ടാണ് പോകാൻ നിൽക്കുന്നത്. പിന്നീട് പാൻറ് ഇടണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് പാൻറ്റും കാര്യങ്ങളൊക്കെ വലിച്ചു കയറ്റിയിട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിലേക്ക് ധൃതിപ്പെട്ട് പോകുന്ന വഴിക്ക് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ക്ലെയറിനെ അവൻ കാണുന്നുണ്ട്. ഡേവിൻ്റെ ഈ തിരക്കുകൾ കാരണമാണ് അവരുടെ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്തത്. ഡേവ് പോകുന്നത് മറ്റെങ്ങോട്ടല്ല, ജെറ്റ് റെക്കോർഡ്സിലേക്കാണ്. അതായത് ചിപ്മങ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെ നമ്മുടെ ആ ട്രീയും കാര്യങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് വന്നപ്പോൾ അവരും ഈ ഒരു ഓഫീസിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്താ ഇപ്പോൾ ഇത് ഇവിടെ നടക്കുന്നേ, അവരാകെ ആശ്ചയിച്ച് നിൽക്കുകയാണ്. കാരണം അവർക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ. ഈ ഒരു ഓഫീസ് മൊത്തം കണ്ടിട്ട് അവരാകെ ഞെട്ടിയിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഡേവ് ഈ ഒരു ഓഫീസിലോട്ട് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളും എല്ലാവരും അവനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം അവനൊരു സോങ് റൈറ്ററാണ്. അത്രയും നല്ല സോങ് കാര്യങ്ങളൊക്കെ ഒരു ഡെമോ കാണിക്കാനാണ് അവൻ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഡെമോ സോങ് അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ലാനിനടുത്ത് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ലാൻ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ അടുത്ത് ക്വിറ്റ് ചെയ്യാനായിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ ലാൻ എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു കോളേജ് മേറ്റും കൂടിയാണ് കേട്ടോ. ലാൻ അങ്ങനെ ഇവനെ തഴയുന്ന രീതിയിൽ നിനക്ക് പറ്റിയ പണിയൊന്നും ഇല്ലടാ ചെറുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഇതിൽ അരിശം മൂത്തിൻ്റെ ഡേവ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതിൽ കയറിയിരിക്കുന്നുണ്ട്. ഈ ഒരു ബാസ്ക്കറ്റ് നമ്മുടെ ഡേവ് അവിടെ നിന്ന് മോഷ്ടിച്ചിട്ട് അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാസ്ക്കറ്റിലുണ്ട്. അങ്ങനെ നമ്മുടെ ഡേവ് വീട്ടിലെത്തി ഈ ഒരു ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചതിന് ശേഷം അവൻ ആകെ ദേഷ്യം പിടിച്ചിരിക്കുക, സങ്കടവും വന്നിട്ടുണ്ട്. കാരണം അവൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ഡെമോ സോങ്ങും കാര്യങ്ങളൊക്കെ അവരൊക്കെ റിജക്റ്റ് ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുന്ന പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് കൊണ്ടുപോയിട്ട് വലിച്ചെറിയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ല. അവനാകെ ദേഷ്യത്തിൻ്റെ പുറത്താണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മനസ്സമാധാനത്തോട് കൂടിയിട്ട് ടി വിയിൽ ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ട് ഇതേടാ അടുക്കളയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ആദ്യം വിചാരിച്ച് തോന്നിയതാവെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ കിടന്നു നോക്കിയപ്പോൾ വീണ്ടും എന്തൊക്കെയോ പാക്കറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്ന സൗണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ചിപ്മങ്സ് കയറിയിട്ട് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഡേവ് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ചീസ് ബോളും കാര്യങ്ങളൊക്കെ ഒരു പ്ലേറ്റിലായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഞാനെങ്ങാനും ഇട്ട് വെച്ചതാണോ, എനിക്ക് ഓർമ്മയില്ലാണ്ടായിരിക്കുന്നു വിചാരിച്ചു വീണ്ടും ടി വി കാണാനായിട്ട് സോഫയുടെ അവിടേക്ക് നടക്കുമ്പോൾ വീണ്ടും പുറകുന്ന സൗണ്ട്. ദേണ്ടടാ നോക്കിയപ്പോൾ 3 പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഇവന്മാർ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡേവ് പോയിട്ട് ആ പാത്രം പൊക്കി നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. പിന്നീട് അവൻ വീണ്ടും ആ ഒരു സോഫയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് സൗണ്ട് കേൾക്കുകയാണ്. ഇത്തവണ റാക്കിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. അവനൊരു കോലെടുത്തിട്ട് റാക്കിൽ മൊത്തം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണ്ടടാ ചിപ്മങ്സിനെ നമ്മുടെ ഡേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവന്മാരെ ഓടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡേവ്. ഡേവിനെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിപ്മങ്സ്. റാക്കിലുണ്ടായിരുന്ന ഒരു വലിയ പാത്രം, ചില്ല് പാത്രം എടുത്തിട്ട് നമ്മുടെ ഡേവിൻ്റെ തലക്കിട്ടപ്പോഴത്തേക്കും ഡേവിൻ്റെ ബോധം അപ്പം തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേർക്കും പേടിയായി. ഈശ്വരാ, ഇവനെങ്ങാനും ചത്തുപോയോ, ഹലോ ഡേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേവ് അങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ 3 ചിപ്മങ്സ് അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. ചിപ്മങ്സ് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അപ്പം തന്നെ നല്ല രീതിയിലുള്ള പേടിയാവുന്നുണ്ട്. ഇത് ശരിക്കും ഒരു സ്വപ്നമല്ലേ, ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ വീണ്ടും ചിപ്മങ്സ് അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതെന്ത് പുകില് പറഞ്ഞിട്ട് ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ ഡേവ്. അപ്പോഴേക്കും ആൽവിനും സൈമണും തിയോഡോറാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇവനെ പരിചയപ്പെടാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡേവ് ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ എടുത്തിട്ട് വെളിയിലേക്ക് എറിയാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഡേവ് തിരികെ നടക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുകയാണ്, നല്ല അടിപൊളി പാട്ട്. അവൻ എഴുതിയിട്ടുള്ള ആ സോങ് ഉണ്ടല്ലോ, ആ സോങ് ഇവന്മാർ നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ ഡേവ് ആണെന്നുണ്ടെങ്കിൽ ആ ജനൽ തുറന്നിട്ട് വന്ന് നോക്കുകയാണ് എന്താണ് ഇവന്മാർ പാടുന്നതെന്ന്. ഈ 3 ചിപ്മങ്സും കൂടിയിട്ട് ഒരേപോലെ നല്ല ഈണത്തിൽ അടിപൊളിയായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഡേവിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് അവൻ അങ്ങനെ അപ്പം തന്നെ അവൻ്റെ ആ ഒരു പുതിയ സോങ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ റൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. ഡേവ് അവിടെ ഈ 3 പേരെ, നമ്മുടെ 3 ചിപ്മങ്സിനെയും അവിടെ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് സമ്മതിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൽവിനും സൈമണും തിയേറ്ററും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഫുഡും കൂടി ഇൻക്ലൂഡ് ആണോ, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണോ, പിന്നെ അതുപോലെ തന്നെ ടി വി ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഡേവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ഉപയോഗിച്ചോ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് മൊത്തം മഴ നനഞ്ഞ് കിടക്കുകയാണ്. ഡേവ് അങ്ങനെ ഓടിപ്പോയിട്ട് അവൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവൻ്റെ ആ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ അവൻ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ ആ വീട് തല കീഴായി മറിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സോഫയിൽ ഇവന്മാരെ 3 പേരെയും
ഉറക്കി കിടത്തുകയാണ്. പുതപ്പും കാര്യങ്ങളൊക്കെ പുതച്ചു കൊടുത്തിട്ട് നമ്മുടെ ഡേവ് ഇവരുടെ അടുത്ത് ഗുഡ് നൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ റൂമിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അന്ന് രാത്രി നമ്മുടെ ഡേവിന് ഉറക്കം വരുന്നില്ല. ഈ ചിപ്മങ്സിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ അവനങ്ങനെ ഓർത്തിട്ട് ആ ഒരു ശൈലിയിൽ തന്നെ നല്ല അടിപൊളി സോങ് അപ്പം തന്നെ കമ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവന് ഉറക്കമേ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ അപ്പം തന്നെ എഴുന്നേറ്റിട്ട് ആ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് റൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അടുത്തൊരു ക്രിസ്മസ് കൂടാരം പോലെ ഒരു പെട്ടി ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ദിവസം ആകുമ്പോൾ അവൻ നേരെ ഓഫീസിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഡേവ് അവിടെ നിന്ന് എണീറ്റ് വന്നപ്പോഴേക്കും റെഡി ആയപ്പോഴേക്കും ആ റൂം മൊത്തം അലങ്കോലമാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചിപ്മങ്സ്. അങ്ങനെ ഈ ഒരു ചിപ്മങ്സിൻ്റെ അടുത്ത് നമ്മുടെ ഡേവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ഫാമിലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഫാമിലി അല്ല നമ്മളൊരു ഫ്രണ്ട്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം പറഞ്ഞു കൊടുക്കണം. അതായത് ആ ലാൻഡ് എടുത്ത് പോയിട്ട് നിങ്ങൾ ഇതേപോലെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ പാടണം. അപ്പോൾ അവൻ ആ ഒരു സ്റ്റേജ് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഉറക്കൊഴിച്ചിട്ട് ഒരു ക്രിസ്മസ് കൂടാരം പോലെ ഒരു പെട്ടിയിൽ ബോക്സിൽ, അതായത് ഈ ചിപ്മങ്സിന് നിന്നിട്ട് അവൾ പാട്ട് പാടാന്നുള്ള രീതിയിൽ, അതായത് ലാൻ അത് ഇഷ്ടപ്പെടുകയും പിന്നീട് ഇവനെ വീണ്ടും ജോലിക്ക് എടുക്കുന്നൊക്കെയാണ് ഇവൻ വിചാരിക്കുന്നത്. അങ്ങനെ ലാൻഡ് അടുത്തേക്ക് ഈ ഒരു ചിപ്മങ്സിനെയും കൂട്ടിയിട്ട് നമ്മുടെ ഡേവ് ചെല്ലുകയാണ്. ഡേവ് അങ്ങനെ ആ ഒരു ബോക്സ് തുറന്നിട്ട് ഈ ഒരു ചിപ്മങ്സിനെ ഇവന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചിപ്മങ്സിൻ്റെ അടുത്ത് പാട്ട് പാടാനായിട്ട് പറയുകയും ചെയ്യുമ്പോൾ ചിപ്മങ്സിന് പാട്ട് പാടാനായിട്ട് പറ്റുന്നില്ല. കാരണം സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ പെട്ടെന്ന് ഇങ്ങനെ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവന്മാരാണെന്നുണ്ടെങ്കിലും വരണ്ടു പോയി. അപ്പോഴേക്കും നമ്മുടെ ഡേവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെയും നാണം കെടുകയാണ് എല്ലാവരുടെ മുമ്പിൽ. അവന് വീണ്ടും ജോലി തെറിച്ച് എന്നുള്ള അവസ്ഥയിൽ തന്നെ വീണ്ടും അവിടെ നിന്ന് ലാൻഡ് കയ്യിൽ നിന്നുള്ള പരിഹാസവും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥ വരികയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഡേവ് വേറൊരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനങ്ങനെ ഓരോരോ കാര്യങ്ങളങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഈ ഒരു ചിപ്മങ്സ് നമ്മുടെ ഡേവിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഡേവ് പല പ്രൊജക്റ്റുകളെ പറ്റിയിട്ടൊക്കെ അവരുടെ കോർഡിനേറ്റ്സിന്, അതായത് ഓഫീസർമാരുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഡേവിന് പെട്ടെന്നൊരു കോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡേവ് പറയുന്നുണ്ട്, എൻ്റെ അമ്മ വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവൻ സ്വല്പം മാറി നിന്നിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആൽവിനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അവിടുത്തെ വാക്യൂം ക്ലീനറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സൈമണിനെ അകപ്പെട്ടിട്ടുണ്ട്. അതായത് വലിച്ചെടുത്തിട്ട് സൈമൺ ഈ വാക്യൂം ക്ലീനറിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. പിന്നാലെ നമ്മുടെ തിയോഡറും അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ആ ഒരു വീട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡേവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രസൻറ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഇവന്മാർ പലതരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ മൊത്തം കുളമാവുന്നുണ്ട്. വീട്ടിലെത്തിയിട്ടുള്ള ഡേവ് ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. ഇവന്മാർ പറയുന്നുണ്ട്, ഞങ്ങളതിൽ കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ, നല്ല ഭംഗിയാക്കി വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടാണെന്നുണ്ടെങ്കിൽ ആകെ അലങ്കോലായി കിടക്കുകയാണ്. നമ്മുടെ ഡേവിന് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. എൻ്റെ ജോലി പോയി, എൻ്റെ വീടാണെങ്കിൽ ഇങ്ങനെ എല്ലാം പോയി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവനൊരു വോയിസ് മെയിൽ വരികയാണ്. അതായത് അവൻ്റെ ഫോണിൽ മറ്റൊന്നുമല്ല, അവൻ്റെ കാമുകി എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ക്ലെയർ ഇന്ന് ഡിന്നറിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിരുന്നത്. അവൾ അരമണിക്കൂറിനുള്ളിൽ ഇവിടെ ഡിന്നറിനായിട്ട് വരും, അതിനു മുമ്പ് തന്നെ ഇത് വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നത് പുറത്തോട്ട് പോവാണ്. പക്ഷേ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും വീട് കണ്ട് നമ്മുടെ ഡേവ് ഞെട്ടിപ്പോവാണ്. മറ്റൊന്നും കൊണ്ടല്ല, നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെച്ചേക്കാണ് നമ്മുടെ ചിപ്മങ്സ്. അപ്പം നിങ്ങൾക്ക് തകർക്കാൻ മാത്രമല്ലട്ടെ, നല്ല വൃത്തിയാക്കി വെക്കാനൊക്കെ അറിയാമല്ലേ എന്നൊക്കെ ഡേവ് നമ്മുടെ ചിപ്മങ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പോരാത്തതിന് അവൻ ആ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് മൊത്തം അവിടെയുള്ള ഫ്രിഡ്ജിലും കാര്യങ്ങളിലൊക്കെ തിരികെ വെച്ചേക്കാണ് ഇവന്മാർ. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മുടെ ക്ലെയർ വന്നിട്ടുണ്ട്. ക്ലെയറും നമ്മുടെ ഡേവും കൂടി ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. മങ്സ് ആണെന്നുണ്ടെങ്കിൽ ഡേവിനെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അവന് ഒട്ടും റൊമാൻറ്റിക് മൂഡൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാസറ്റ് വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ പാട്ട് കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും ഞെട്ടുന്നുണ്ട്. ആരെപ്പോൾ ഇവിടെ പാട്ട് വെച്ച് അവരുടെ എൻ്റെ സ്റ്റീരിയോയ്ക്ക് ചില നേരത്തെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു സംശയം കൊടുക്കാത്ത രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ആൽവിനാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് നല്ല ഡിമ്മാക്കി വെക്കുകയാണ്. അതായത് നല്ല കാമുകന്മാരൊക്കെ ഇരിക്കുമ്പോൾ നല്ല ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിലൊക്കെ വളരെ ഇരുണ്ട വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ഇത് പ്ലാൻ കൂട്ടി ചെയ്യുകയാണോ? ഡേവ് അങ്ങനെ ഇവന്മാരെ ശകാരിക്കാനായിട്ട് പോയപ്പോൾ നമ്മുടെ തിയോഡറിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പ്രേയും കാര്യങ്ങളൊക്കെ അവൻ്റെ കണ്ണിലാവുന്നുണ്ട്. അങ്ങനെ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ ഇവനെ കൊഞ്ചലം കുത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത് നമ്മുടെ ക്ലെയർ ഇവനടുത്ത് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, എൻ്റെ ചിപ്മങ്സിൻ്റെ കൂടെയുള്ള ലൈഫ് എന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് മനസ്സിലാക്കിയ ക്ലെയർ പറയുന്നുണ്ട്, നിനക്കൊരു മാറ്റവും ഇല്ല, നീ ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി പോവുകയാണ്. അന്ന് രാത്രി ഡേവ് കിടന്നുറങ്ങാനായിട്ട് വാതിലൊക്കെ പൂട്ടിയിരിക്കുമ്പോൾ പുറത്തുനിന്ന് നമ്മുടെ ചിപ്മങ്സ് പറയുന്നുണ്ട്, ഡേവ് ഞങ്ങളോട് പിണക്കാണോ, ഞങ്ങളോട് ക്ഷമിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡേവിൻ്റെ മനസ്സിൽ വേറൊന്നായിരുന്നു. അങ്ങനെ ഡേവ് അന്ന് രാത്രി തന്നെ ഒരു ബോക്സിൽ കുറച്ച് 2-3 കുക്കീസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ബോക്സിൻ്റെ അവിടെ എയർ പാസേജും കാര്യങ്ങളൊക്കെ, അതായത് ഇവന്മാരെ
ഇവിടുന്ന് നാട് കടത്താൻ എല്ലാം കൊണ്ട് കളയാനുള്ള പ്ലാനാണ്. അങ്ങനെ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ ലൈഫ്, അതായത് ചിപ്മങ്സിൻ്റെ ലൈഫും കുളമാവും, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോറസ്റ്റിലേക്ക് തന്നെ തിരികെ പോകണം എന്ന് പറഞ്ഞിട്ട് അവനൊരു ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ ഡേവിൻ്റെ ജോലിയും പോയി, എല്ലാം പോയി, എല്ലാത്തിനും കാരണം നമ്മളാണെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ 3 പേരും കൂടി ചേർന്നിട്ട് ലാൻഡ് അടുത്തേക്ക് പോവാണ്. ലാൻഡ് അടുത്ത് പോയിട്ട് കഥകും കാര്യങ്ങളൊക്കെ തട്ടി നോക്കുമ്പോൾ ലാൻ വന്ന് നോക്കുമ്പോൾ ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. 3 ചിപ്മങ്സ് അവന്മാരാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പാട്ടും പാടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ലാൻ ഭയങ്കര സന്തോഷമായി. കാരണം ഇവന്മാരെ വെച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്നാണ് ലാൻ്റെ മനസ്സിൽ മൊത്തം. അപ്പോൾ വെൽക്കം ടു ജെറ്റ് റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. ഇതേ സമയം ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഡേവ് ഉണർന്നിട്ട് പോലുമില്ല. അങ്ങനെ അടുത്ത ദിവസമായി ഇവന്മാർ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ഡേവിനെ അറിയില്ല. ഡേവ് അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന് നേരെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തെറിയുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവളുടെ അമ്മേനെയും ഈ ഒരു ഡേവ് പരിചയപ്പെടുന്നുണ്ട്. അതിനുശേഷം ഈ നോക്കുമ്പോൾ വേണ്ടടാ നമ്മുടെ ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റും കാര്യങ്ങളും എല്ലാം ഒരുപാട് എടുത്തിട്ട് ആ ഒരു ട്രോളിൽ നിറയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇതൊന്നും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ റാക്കിലേക്ക് വെക്കുമ്പോൾ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ആ ഒരു ചിപ്മങ്സ് പാടിയിട്ടുള്ള പാട്ടും കാര്യങ്ങളും, അതായത് അവൻ്റെ സോങ്, നമ്മുടെ ഡേവിൻ്റെ സോങ് കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവനൊരു ഫോൺ വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ലാനാണ്. അപ്പോൾ ലാനാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇവനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡേവിന് ചെറുതല്ലാത്ത ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ചിപ്മങ്സ് തരംഗം തന്നെയായിരുന്നു പിന്നീട് നടന്നത്. അതായത് ഇവന്മാരുടെ ഷോയ്ക്കൊക്കെ ഭയങ്കര തള്ളിക്കയറ്റായിരുന്നു. അതായത് ഭയങ്കര രീതിയിൽ വൈറലായി. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൈറലായിക്കാണ്. ഡേവ് അങ്ങനെ ഇവന്മാർക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തയ്ച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ഈ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ലാൻ ഇങ്ങനെ കോടികൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിപ്മങ്സ് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്കും ക്രിസ്മസ് ആഘോഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡേവ് അവന്മാർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീയിൽ ഓരോ കാര്യങ്ങളൊക്കെ തൂക്കി കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രിയായപ്പോൾ ഡേവ് കിടന്നുറങ്ങുമ്പോൾ തിയോഡോർ അങ്ങോട്ട് വരുന്നുണ്ട്. തിയോഡർ വന്നിട്ട് പറയണത് എനിക്ക് നൈറ്റ് മെയറും കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രീം കാണുന്നുണ്ട്, എനിക്ക് അവിടെ വന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൊഞ്ചി വരുമ്പോൾ നമ്മുടെ ഡേവ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഡേവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ തിയോഡറിന്. തിയോഡർ അബദ്ധത്തിലാണെന്നുണ്ടെങ്കിലും ഡാഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഡാഡോ ഞാൻ നിൻ്റെ ഫ്രണ്ടാണെന്നാണ് നമ്മുടെ ഡേവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ക്രിസ്മസ് ആണ്. അപ്പോൾ ഡേവിനെ വന്നിട്ട് വിളിച്ചുണർത്തിയേക്കാണ് ചിപ്മങ്സ്. എന്നിട്ട് അവന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആർക്ക്? ഡേവിന്. ചിപ്മങ്സ് ഓരോരോ ഗിഫ്റ്റായിട്ട് നമ്മുടെ ഡേവിന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഡേവിനും ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം ഡേവ് ഗിഫ്റ്റ് കൊടുക്കുന്നത് മറ്റൊന്നുമല്ല, കുറച്ച് സേവിങ്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ചിട്ടിയിൽ അല്ലെങ്കിൽ സേവിങ് അക്കൗണ്ടിലൊക്കെ ചേരില്ലേ, അതായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ രീതിയിൽ നല്ല വലിയ തുകയ്ക്ക് ഒരു സാധനങ്ങളൊക്കെ വാങ്ങാം, അതായത് വീടോ കാറോ കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ചെക്കും പോലെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ എന്തിനാന്നൊക്കെയാണ് നമ്മുടെ ആൽവിനും സൈമണും തിയോഡറും ചോദിക്കുന്നത്. കാരണം അവരതൊരു ഗിഫ്റ്റായിട്ട് കണക്കൂട്ടുന്ന പോലില്ല. അപ്പോഴേക്കും നമ്മുടെ ലാൻ അങ്ങോട്ടേക്ക് ഒരുപാട് ഗിഫ്റ്റുകളുമായിട്ട് ഇവന്മാരെ സോപ്പിടാനായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ചാക്കിലാക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുഭാഷയിൽ പറയാം. ലാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അങ്കിൾ ലാൻ വന്ന് മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരുപാട് സ്റ്റേജ് ഷോകളായിട്ട് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഈ ഒരു ചിപ്മങ്സിനെ വെച്ചിട്ട് നമ്മുടെ ലാൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈ ചിപ്മങ്സിൻ്റെ ഷോ ആണെന്ന് പറയുന്നത് വെറും ഷോയല്ല, അതായത് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കിഡിലും DJ പരിപാടികളൊക്കെ ആയിട്ട് ആൾക്കാർക്ക് അതാണെന്നുണ്ടെങ്കിൽ ഒരു ഹരം പോലെയും മാറിയൊക്കെയാണ്. എല്ലാ ടിക്കറ്റ്സും, അതായത് എവിടെ ഷോ ഉണ്ടെങ്കിലും എല്ലാ ടിക്കറ്റ്സും വളരെ പെട്ടെന്നായിട്ടാണ് സോൾഡ് ഔട്ടായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ടിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഡേവിന് ചെറിയൊരു പന്തികേട് തോന്നുന്നുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളാണ്, അവർക്ക് ഇതൊന്നും താങ്ങാനായിട്ട് പറ്റില്ല എന്നൊക്കെ ചെറിയൊരു പേടി നമ്മുടെ ഡേവിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതൊന്നും വലിയ രീതിയിൽ കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അങ്ങനെ നമ്മുടെ ചിപ്മങ്സിൻ്റെ ഓട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ആളുകളുടെ തിരക്കാണ്. ക്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്നിട്ട്, അതായത് നമ്മുടെ ഡേവിൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറയുന്നുണ്ട്, അന്ന് ഞാനാണ് ശരിക്കും മോശമായിട്ട് പെരുമാറിയത്, നിനക്ക് നീ ശരിക്കും പറഞ്ഞത് സത്യമായിരുന്നു, ചിപ്മങ്സിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഡേവിൻ്റെ സംശയം തെറ്റിയില്ല. ലാൻ വന്നിട്ട് പറയുന്നുണ്ട് ഈ സോങ്സും കാര്യങ്ങളും മാത്രമായതുകൊണ്ട് കാര്യമില്ല, നമുക്ക് വലിയ വലിയ ഇപ്പോൾ നമ്മുടെ ആൽവിൻ്റെ പോലത്തുള്ള പ്രതിമകൾ അല്ലെങ്കിൽ പാവക്കുട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊരു ബിസിനസ്സായിട്ട് മാറ്റണം, അവന്മാരെ കൊണ്ട് മാക്സിമം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. കാരണം മറ്റൊന്നുമല്ല, ഭയങ്കര രീതിയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിപ്മങ്സിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഡേവ് അതിന് സമ്മതിക്കുന്നില്ല. ലാൻ അങ്ങനെ സൂത്രത്തിൽ നമ്മുടെ ചിപ്മങ്സിൻ്റെ അടുത്ത് വരികയും എന്നിട്ട് ഡേവ് ഈ നമ്മുടെ ചിപ്മങ്സ് റാറ്റുകളാണ്, എലികളെ പോലെയാണെന്നൊക്കെ നമ്മുടെ ഡേവ് നിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെ
അങ്ങോട്ട് തളർത്തി കളയാണ്. പോരാത്തതിന് നമ്മുടെ ഡെയ്വ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള, അതായത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാന്നല്ല, അവന് കറക്റ്റായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും റൂൾസും കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് ഉറങ്ങിക്കൊള്ളണം, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ചെലുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കേട്ടപ്പോൾ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും ചിപ്മങ്സിന് നല്ല രീതിയിലുള്ള വിഷമം വരുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മുടെ ഡെയ്വിൻ്റെ അടുത്ത് ഈ ഒരു പാർട്ടീസിന് അങ്കിൾ ലാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഷോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡെയ്വിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്കിൾ ലാൻ്റെ കൂടെ പോയി താമസിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും വിചാരിക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ അങ്കിൾ ലാൻ പറഞ്ഞ സത്യമാണ്, നമ്മുടെ ഡെയ്വിന് ഇവിടെ നിൽക്കണം എന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവൻ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു കത്തുണ്ടല്ലോ, ആ ഒരു കത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ ചിപ്മങ്സിൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതായത് അന്ന് ആ ഒരു കത്തിൻ്റെ ആവശ്യം പിന്നെ വന്നില്ല, അതുകൊണ്ട് തന്നെ അവനത് ഒരു കട്ടിലിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചുരുട്ടി കൂട്ടിയിട്ട്. അങ്ങനെ ആ കത്ത് നമ്മുടെ ചിപ്മങ്സ് വായിച്ച് നോക്കുന്നുണ്ട്. അതിനകത്താണെന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ഫോറസ്റ്റിലേക്ക് തന്നെ തിരികെ പൊക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കത്തിലുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചിപ്മങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ ഡെയ്വിന് നമ്മളിവിടുന്ന് പോകണം എന്നാണ് ആഗ്രഹം, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അങ്കിൾ ലാൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. പിറ്റേന്ന് തന്നെ പെട്ടിയും കിടക്കി എടുത്തിട്ട് അവർക്ക് ഒരു കാറിൽ, നല്ല സൂപ്പർ കാറിലൊക്കെയാണ് അവർ പോയിട്ട് അവിടെ ആ വീട്ടിൽ ഇറങ്ങുന്നത്. ആ ഒരു വീട്ടിൽ ചെന്നപ്പോൾ തന്നെ നമ്മുടെ അങ്കിൾ ലാൻ, അതായത് ലാൻ എന്ന് പറയുന്ന ആ ഒരു വില്ലൻ പറയുന്നുണ്ട്, ഇവിടെ ഒരു റൂൾസും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീണ്ടും ഇങ്ങനെ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇവൻ്റെ വക്രബുദ്ധിയാണെന്നുള്ള കാര്യമൊന്നും നമ്മുടെ ചിപ്മങ്സിന് അറിയില്ലല്ലോ. അവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ട്. പലതരത്തിലുള്ള ടോയ്സും അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ആ ഒരു വലിയ കൊട്ടാരം പോലെയുള്ള വീട്ടിലുണ്ടായിരുന്നു. ഇവരെ നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല, ഇവർക്ക് തോന്നിയ പോലെ നടക്കാം. അപ്പം പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ചിപ്മങ്സിൻ്റെ കുറച്ച് ഈ ഒരു ആവേശം കൂടും. സൈമണിന് നമ്മുടെ ഡൈവ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കണ്ണട ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കണ്ണട ലാൻ മാറ്റിയിട്ട് ഒരു ഫ്രീക്കൻ കണ്ണട നമ്മുടെ സൈമണ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സൈമണിന് അത് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കണ്ണൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതും വെച്ച് നടക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പ് തന്നെയാണ് അവർ നടത്തിയത്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വെറും ട്രിപ്പല്ല, അവർ പല സ്ഥലങ്ങളിലും പോയിട്ട് ഓരോരോ ഷോ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പല ഷോകൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഷോയ്ക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെ ചിപ്മങ്സിന് നല്ല രീതിയിലുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുമ്പോഴും റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ചിപ്മങ്സ് നല്ല ക്ഷീണിതനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ലാൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കോഫി കൊടുത്തിട്ട് ഇവന്മാരെ വീണ്ടും നല്ല ഊർജ്ജസ്വലരാക്കിയിട്ട് മാറ്റുന്നുണ്ട്. പക്ഷേ അവരുടെ ഹെൽത്തിനെ പറ്റിയുള്ള ഒരു ചിന്തയും കാര്യങ്ങളും നമ്മുടെ ലാൻ ഉണ്ടായിരുന്നില്ല. അവൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് മാക്സിമം പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടാക്കുക, അതും ഈ ഒരു ചിപ്മങ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ലാനിനുള്ളത്. അതുകൊണ്ട് തന്നെ കോഫി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചിപ്മങ്സിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഉറക്കം കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ തുടരുന്നുമുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡെയ്വിന് നല്ല രീതിയിൽ നമ്മുടെ ചിപ്മങ്സിനെ മിസ് ചെയ്യുന്നുണ്ട്. അവനങ്ങനെ മറ്റവനെ, അതായത് നമ്മുടെ ലാനിനെ വിളിച്ച് ചോദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ലാനാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്, നീ ഇല്ലാണ്ട് തന്നെ അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്, നിൻ്റെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും അവന്മാർക്ക് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റിഹേഴ്സലിൻ്റെ ഇടയിൽ ഇവന്മാർ പാടുന്ന പാട്ടിന് അത്ര ഊർജ്ജം പോരാന്നൊക്കെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കുറച്ചും കൂടി നല്ല ഉറക്കപ്പാടുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലാൻ. അടുത്ത ദിവസം നല്ല അടിപൊളി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരോടൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറുതെ അവരുടെ മെക്കിട്ട് കയറി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയ്വ് എപ്പോഴും ലാനിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ അവസ്ഥ എന്താണ്, അവരുടെ ഈ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡെയ്വ് ഇവനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ലാൻ അപ്പോഴും പറയുന്നത് മറ്റൊന്നുമല്ല, അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ നിന്ന് പോയതിന് ശേഷം അവന്മാർ നല്ല ഹാപ്പിയാണ്, നീ ഇനി അവരെ കുറച്ച് ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സൈമൺ കേൾക്കുന്നുണ്ട്. അപ്പോൾ സൈമൺ ചോദിക്കുന്നുണ്ട്, ഫോണിൽ സംസാരിച്ചിരുന്നത് ഡെയ്വ് ആയിരുന്നു. അപ്പോൾ ലാൻ പറയുന്നുണ്ട്, അതെ ഡെയ്വ് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഡെയ്വിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഡെയ്വിന് ഭയങ്കര സമാധാനം ഉണ്ടെന്നൊക്കെയാണ് ഡെയ്വ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവിടുത്തെ സെക്യൂരിറ്റി എടുത്ത് നമ്മുടെ ലാൻ പറയുന്നുണ്ട്, നാളെ എങ്ങാനും ഡെയ്വ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അവനെ കടത്തി വിടരുത്, ചിപ്മങ്സിനായിട്ട് ഇൻ്റർഫെയർ ചെയ്യിക്കാനൊന്നും അനുവദിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് രാത്രി നമ്മുടെ തിയോഡർ ആണെന്നുണ്ടെങ്കിൽ ഡെയ്വിൻ്റെ അടുത്ത് രാത്രി കിടക്കാറുള്ളത് പോലെ ഈ ഒരു ലാൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിവിടെ കിടക്കാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഒപ്പം കിടന്നോട്ടെ എന്നൊക്കെ വന്നിട്ട് തിയോഡർ ചോദിക്കുമ്പോൾ തിയോഡറിനെ എടുത്തിട്ട് വെളിയിലേക്ക് എറിയുന്നുണ്ട്. തിയോഡറിന് അപ്പം നല്ല രീതിയിലുള്ള വിഷമാവുന്നുണ്ട്. ഡെയ്വ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ലായിരുന്നു, ഡെയ്വ് പാവമായിരുന്നു, ശരിക്കും ഡെയ്വിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സൈമണും ആൽവിൻ ആണെന്നുണ്ടെങ്കിലും ഇതേ ചിന്തയിൽ തന്നെയായിരുന്നു.
ആയിരുന്നു. പക്ഷേ അവർ പരസ്പരം സംസാരിച്ചിട്ട് ഒടുവിൽ എത്തിച്ചേർന്ന വേറൊന്നാണ്, മറ്റൊന്നുമല്ല, ഡെയ്വിന് നമ്മളവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ആ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളിനി തിരിച്ചു പോകണ്ട, അങ്കിളിനെ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഡെയ്വ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ന്യൂസിൽ ഇങ്ങനെ കാണുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിപാടികൾ മൂലം ഈ ഒരു ചിപ്മങ്സിന് നല്ല രീതിയിലുള്ള സ്ട്രെയിനും കാര്യങ്ങളൊക്കെ ഉള്ള വാർത്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് ഈ ഒരു ചിപ്മങ്സിനെ പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് കുറച്ച് ദീർഘനാൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. ലാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടറെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം റെസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ലിപ്സിങ്ക് വെച്ചിട്ട്, അതായത് പാട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ ചുമ്മാ നിങ്ങൾ വായനക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഒരു തരത്തിൽ ഓഡിയൻസിനെ പറ്റിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇത് ഓഡിയൻസിനെ പറ്റിക്കുന്ന രീതിയല്ലേ എന്നൊക്കെ നമ്മുടെ ആൽവിനും സൈമണും തിയോഡറൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരും ആ ഒരു കള്ളത്തരത്തിന് കൂട്ട് നിൽക്കുകയാണ്. അതായത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത പാട്ട് ഇങ്ങനെ ചുമ്മാ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചുമ്മാ പാടുന്നില്ല, വായനക്കുന്നത് മാത്രമേ ഉള്ളൂ. എങ്കിലും ആൾക്കാരൊക്കെ ഇവർ ശരിക്കും പാടുകയാണെന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ ആർത്തിരമ്പിക്കൊണ്ട് ആ ഒരു ഷോയുടെ ടിക്കറ്റും ഓൾറെഡി സോൾഡ് ഔട്ട് ആയിരുന്നു കേട്ടോ. ടിക്കറ്റ് ചോദിച്ചു വന്നാൽ നമ്മുടെ ഡെയ്വ് ആണെന്നുണ്ടെങ്കിൽ ചമ്മി പോകുന്നുണ്ട്, അവന് ടിക്കറ്റ് കിട്ടുന്നില്ല. അങ്ങനെ അവർ ഈ സെലിബ്രിറ്റീസൊക്കെ കയറുന്ന ആ ഒരു ഷോർട്ട് കട്ടിലൂടെ കയറാനായിട്ട് നോക്കുമ്പോൾ അവനവിടെ നിന്ന് എല്ലാവരും കൂടി പുറത്തേക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ക്ലെയർ വരുന്നുണ്ട്. ക്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകയാണല്ലോ, അവളുടെ അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവനെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ക്ലെയർ അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് ശരിക്കും അവരെ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, പോരാത്തതിന് അവന്മാരെ കൊണ്ട് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്, എനിക്ക് അവന്മാരെ പെട്ടെന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ആ ഒരു സ്റ്റേജിനുള്ളിലോട്ട് കയറാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടുത്തെ സെക്യൂരിറ്റീസൊക്കെ വന്നിട്ട് നമ്മുടെ ഡെയ്വിനെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഡെയ്വ് അങ്ങനെ ഉറക്കെ ആൽവിൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആൽവിനും സൈമണും തിയോഡറും അത് കേൾക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ അവന്മാർ ആ മൈക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വലിച്ചൂരി കളഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും തിയോഡർ പറയുന്നുണ്ട്, എന്തായാലും പോവാണ്, അപ്പോൾ ഇവന് ഇത്തിരി പണി കൊടുക്കണ്ടേ, അതായത് നമ്മുടെ ലാന്. അവിടുത്തെ ഓഡിയൻസിനെ മൊത്തം മനസ്സിലാവുന്നുണ്ട് ഇതൊരു തട്ടിപ്പ് പരിപാടിയായിരുന്നെന്ന്. അതായത് ലിപ്സിങ്ക് മാത്രം, അതായത് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ആ പാട്ട് ചുമ്മാ ഇവന്മാർ പ്ലേ ചെയ്യായിരുന്നെന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായത്, ഓഡിയൻസിന് മൊത്തം. അങ്ങനെ പരിപാടി മൊത്തം അങ്ങോട്ട് കൊളായേക്കാണ്. അതിനുശേഷം നമ്മുടെ ഡെയ്വ് ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ കണ്ണ് വെട്ടിച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ചിട്ട് ഈ 3 ചിപ്മങ്സിനെയും പിടിച്ചു കെട്ടുകയാണ് നമ്മുടെ ഈ ഒരു ലാൻ എന്നിട്ട് ഇവന്മാരൊരു കൂട്ടിലടച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഡെയ്വ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും ഈ ഒരു സെക്യൂരിറ്റീസൊക്കെ ഡെയ്വിനെ തടഞ്ഞു വെക്കുന്നുണ്ട്. ഡെയ്വിനൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു കൂട്ടിലിട്ടിട്ട് അവിടെ ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ ഈ ഒരു ജെറ്റ് റെക്കോർഡ്സിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ അടുത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം കാർ എടുത്തുകൊണ്ട് നമ്മുടെ ലാൻ രക്ഷപ്പെടുകയാണ്. അതായത് ഈ ഒരു ചിപ്മങ്സിനെയും കൊണ്ടിട്ട് അതിവേഗത്തിൽ നമ്മുടെ ഡെയ്വും ഇവൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ ആ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഡെയ്വിൻ്റെ കൂടെ ഈ ഒരു കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഡെയ്വും അങ്ങനെ ആകെ ഞെട്ടിയിരിക്കുകയാണ്. നിങ്ങളെങ്ങനെ പുറത്ത് ചാടി, നിങ്ങളിപ്പോൾ ആ കൂട്ടിലുണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ലില്ല, ഞങ്ങൾ ആ കൂടും പൊളിച്ച് പുറത്ത് ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ. അപ്പം തന്നെ നമ്മുടെ ഡെയ്വ് പറയുന്നുണ്ട്, നമ്മൾ ശരിക്കും ഒരു ഫാമിലി പോലെയാണ്, അവനും അവരൊരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒരു ഫാമിലി പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നൊക്കെ പറയുമ്പോൾ അവർക്ക് 3 പേർക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങനെ കാറ് ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ലാൻ്റെ കൂട്ടിൽ, അതായത് ലാൻ്റെ കയ്യിലുള്ള ആ ഒരു കൂടയിലാണെന്നുണ്ടെങ്കിൽ വെറും പാവകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ലാൻ അങ്ങനെ അപ്പം തന്നെ ദേഷ്യം പിടിച്ചിങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഡെയ്വും കാമുകിയും എല്ലാവരും ഒന്നിച്ചേക്കാണ്. അങ്ങനെ കൊച്ചു കുസൃതികളുമായിട്ട് ആ ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സീനിലാണ് ഈ ഒരു കൊച്ചു സിനിമ അല്ലെങ്കിൽ അടിപൊളി സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ സിനിമയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.